പ്ലസ് ടു എക്കണോമിക്സിൻ്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻ വർഷത്തെ ചോദ്യപേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതെങ്ങനെ ആൻസർ ചെയ്യാമെന്നതുമാണ്. നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തുള്ള ചാപ്റ്ററുകൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നീ 2 ചാപ്റ്ററുകളാണ്. അതിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. തീർച്ചയായും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ പ്രസക്തമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അനാലിസിസ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ആഡം സ്മിത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആഡം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി അതിനോട് അനുബന്ധമായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ഇസ് റിട്ടൺ ബൈ. ആരാണ് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത്? അദ്ദേഹവും ആഡം സ്മിത്ത് തന്നെയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരാളാണ് ഉത്തരം. നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങളുമായിട്ട് അനുബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് പ്രധാനമായിട്ടും ആഡം സ്മിത്തിൻ്റെ പുസ്തകം നമ്മൾ പറഞ്ഞു, അത് പബ്ലിഷ് ചെയ്ത വർഷം 1776. അദ്ദേഹം നൽകിയ സാമ്പത്തിക ശാസ്ത്രം നൽകിയ ഡെഫിനിഷനാണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ആൽഫ്രഡ് മാർഷലിൻ്റെ കാര്യം പറയാം. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890 അത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം നൽകിയ നിർവചനമാണ്, ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. ലേണർ റോബിൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. 1932 അത് പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം നൽകിയ ഡെഫിനിഷൻ പറയുന്ന പേരാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. പോൾ ഇ സാമുവൽസന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എക്കണോമിക്സ്. 1964 അത് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം നൽകിയ നിർവചനമാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഇത് മുകളിലത്തെ ചോദ്യവുമായിട്ട് അനുബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ എന്നുള്ള നിലക്ക് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഒരു ചോദ്യം, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇംപ്ലൈസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് വിവക്ഷിക്കുന്നത് എന്താണ്? ചോയ്സ് ഓഫ് ടെക്നിക്സ്, സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പാണോ? ഫങ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഫങ്ഷണലായിട്ടുള്ള വിതരണമാണോ? പ്രോബ്ലം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി, ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അതിൻ്റെ ഉത്തരം ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. വരുമാനത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ്, സെൻട്രൽ പ്രോബ്ലമാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ ചോയ്സ് ഓഫ് ടെക്നിക്ക് എന്നുള്ളത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. പ്രോബ്ലം ഓഫ് ചോയ്സ് എന്നുള്ളത് വാട്ട് ടു പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, പിക്ക് ഔട്ട് ദ ഓഡ് വൺ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തതിനെ നമ്മൾ തിരഞ്ഞെടുക്കുക, കൂട്ടത്തിൽപ്പെടാത്തതിനെ തിരഞ്ഞെടുക്കുക. ഇതാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിൽ 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. വാട്ട് ടു ബി പ്രൊഡ്യൂസ്ഡ്, വാട്ട് ടു ബി റെഗുലേറ്റഡ്, ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്തുൽപ്പാദിപ്പിക്കണം? വാട്ട് ടു ബി റെഗുലേറ്റഡ്, എന്താണ് നിയന്ത്രിക്കേണ്ടത്? ഹൗ ടു ബി പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് 1 വാട്ട് ടു ബി റെഗുലേറ്റഡ് എന്ന ബി ആൽഫബറ്റിലുള്ള ആൻസർ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതാണ് അതിലെ ഒറ്റയാൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വാട്ട് ടു ബി റെഗുലേറ്റഡ്. ഇതിൽ നിന്നും വലിയ മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ മുമ്പത്തെ പഴയ മോഡൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. ഇതല്ലാത്ത മറ്റു രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആൻസറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണ് എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ 3 വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണം. എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ്?
വസ്തുക്കളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോയ്സ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഹൗ ടു പ്രൊഡ്യൂസ് എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ചോയ്സ് ഓഫ് ടെക്നിക്ക്, സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് റിലേറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ളത് വരുമാനത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. അതും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഉപസംഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് മുഴുവനായിട്ടും സമ്പാദിച്ചെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഉപചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ. തൊഴിൽ കേന്ദ്രീകൃത ടെക്നിക്കും മൂലധന കേന്ദ്രീകൃത ടെക്നിക്കും എന്താണെന്ന് വിശദീകരിക്കുക, അല്ലെങ്കിൽ അത് എന്താണ് വേർതിരിക്കുക. രണ്ടും വേർതിരിച്ച് പറയണം. ഇപ്പോൾ തൊഴിൽ കേന്ദ്രീകൃത അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മെഷീൻ്റെ എണ്ണം കുറച്ച് കൊടുത്തുകൊണ്ട് ഉള്ള ടെക്നിക്കാണ്. തൊഴിലാളികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ടെക്നിക്കാണ്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മെഷീൻസിന് കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ടും തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ടെക്നിക്കാണ്. ഇത് വേർതിരിച്ച് പറയാൻ നമുക്ക് പറ്റണം. ചെറിയ മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി മേജർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ മാർക്കറ്റ്, ഗവൺമെൻറ്, പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ്, നൺ ഓഫ് ദീസ്. ഒരു കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? മാർക്കറ്റാണോ, ഗവൺമെൻറ് ആണോ, സ്വകാര്യ ഉൽപ്പാദകരാണോ? ഇതിൽപ്പെട്ട ആരുമല്ലേ? അതിന് ഉത്തരം ഗവൺമെൻറ് ആണ്. സോഷ്യലിസത്തെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റാണ്, സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ്. നമുക്കതിന് അനുബന്ധ വസ്തുതയായിട്ട് രണ്ട് പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റത്തിൻ്റെയും ഫീച്ചേഴ്സ് ഒന്ന് പരിശോധിക്കാം. ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈസ് മെക്കാനിസം, പ്രോഫിറ്റ് മോട്ടീവ്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പബ്ലിക് ഓണർഷിപ്പ് അഥവാ പൊതു ഉടമസ്ഥത, എക്കണോമിക് പ്ലാനിംഗ് അഥവാ സാമ്പത്തിക ആസൂത്രണം, വെൽഫെയർ മോട്ടീവ് ക്ഷേമമാണ് ലക്ഷ്യം. ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ സ്വകാര്യ സ്വത്ത്, പ്രൈസ് മെക്കാനിസം, ലാഭമാണ് ലക്ഷ്യം. ഇനി നമ്മൾ നോക്കുന്നത് വീണ്ടും ഒരു അനുബന്ധ വസ്തുതയായിട്ട് പരിശോധിക്കാവുന്ന വിഷയമാണ്. 3 എക്കണോമിക് സിസ്റ്റത്തിലും അവിടുത്തെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ക്യാപിറ്റലിസത്തിലാണെങ്കിൽ പ്രൈസ് മെക്കാനിസത്തിലൂടെ പരിഹരിക്കുന്നു, സോഷ്യലിസത്തിലാണെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെ പരിഹരിക്കുന്നു, മിക്സഡ് ഇക്കോണമിയിലാണെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങും അതുപോലെ പ്രൈസ് മെക്കാനിസവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ സ്വീകരിക്കുന്നത്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അഥവാ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ എക്കോണമി സോൾവ്ഡ് ത്രൂ ഡിഫറെൻറ്റ് വേസ് ബൈ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്. ഓരോ എക്കണോമിക് സിസ്റ്റത്തിലും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണ്. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ, വിച്ച് ആർ ദ ഇമ്പോർട്ടൻ്റ് എക്കണോമിക് സിസ്റ്റംസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റംസ്? ബി ക്വസ്റ്റ്യൻ, ഹൗ ഈച്ച് സിസ്റ്റം സോൾവ്സ് ദ സെൻട്രൽ പ്രോബ്ലംസ്? എങ്ങനെയാണ് ഓരോ സിസ്റ്റവും, ഓരോ എക്കണോമിക് സിസ്റ്റവും അവിടുത്തെ സെൻട്രൽ പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ഇതിൻ്റെ ആൻസറിൻ്റെ ഹിൻസ്, സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഏതൊക്കെയാണ് എക്കണോമിക് സിസ്റ്റംസ് നിങ്ങൾക്കറിയാം. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അഥവാ സോഷ്യലിസം അല്ലേ, മാർക്കറ്റ് ഇക്കോണമി അഥവാ ക്യാപിറ്റലിസം, മിക്സഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇത് ഓരോന്നും വിശദമായിട്ട് എഴുതണം, എന്നാലാണ് നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സിസ്റ്റത്തിലൊക്കെ പരിഹരിക്കുന്നത്? ഇപ്പോൾ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അഥവാ സോഷ്യലിസത്തിൽ എല്ലാം പരിഹരിക്കുന്നത്, എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് അല്ലേ, സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ്. കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അഥവാ മാർക്കറ്റ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ സോഷ്യലിസത്തിൽ ഇത് പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് അഥവാ വില സംവിധാനത്തിലൂടെയാണ്. മിക്സഡ് ഇക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കുന്നത് ഗവൺമെൻറ് ആണ്, എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ് ഗവൺമെൻറ് അത് നിർവഹിക്കുന്നത്. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് ആണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെയാണ്. ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഫോക്കസ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. താഴെ പറയുന്ന സെൻറ്റൻസുകളെ പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചുകളായിട്ട്, എക്കണോമിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചുകളായിട്ട് തിരിക്കുക.
അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ എ GDP ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഗ്രൂ ബൈ 5.2%. ഇന്ത്യയിലെ GDP ഏതാണ്ട് 5.2% വളർന്നിരിക്കുന്നു. ആൻ അൺഎക്സ്പെക്റ്റഡ് സ്ട്രൈക്ക് ഇൻക്രീസ്ഡ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരം വെജിറ്റബിൾസിൻ്റെ വില വർദ്ധിപ്പിച്ചു. മറ്റൊന്ന് RBI റെഡ്യൂസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് ആണ് മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. മലബാർ സിമെൻറ്റ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഈ പറഞ്ഞ സെൻറ്റൻസുകളെ എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുകളിലേക്ക് ക്ലാസിഫൈ ചെയ്യാനാണ്, വർഗീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് മൈക്രോ എക്കണോമിക്സും രണ്ടാമത്തേത് മാക്രോ എക്കണോമിക്സുമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് മാക്രോ എക്കണോമിക്സിലാണ് വരുന്നത്, മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്, നമ്മൾ വേർതിരിക്കണം. ഒന്നാമത്തെ GDP ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അവിടെ തന്നെ തീരുമാനമായി. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട സൂചികയാണ് GDP എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് രാജ്യത്തെ മൊത്തം എക്കണോമിയെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. അത് മാക്രോ എക്കണോമിക്സിലാണ് വരിക. രണ്ടാമത്തത് ആൻ അൺഎക്സ്പെക്റ്റഡ് സ്ട്രൈക്ക് ഇൻക്രീസ്ഡ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമരം വെജിറ്റബിൾസിൻ്റെ വില കൂട്ടി. വെജിറ്റബിൾസിൻ്റെ മാത്രം, അത് സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്, പ്രത്യേകമായിട്ടാണ് പറയുന്നത്. അത് മൈക്രോ എക്കണോമിക്സിലേക്ക് പോകും. മൊത്തത്തിൽ പറയുമ്പോൾ, രാജ്യത്തെ മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സിലേക്കും, പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സിലേക്കും മാറും. അപ്പോൾ രണ്ടാമത്തത് മൈക്രോ എക്കണോമിക്സിലേക്ക്. മൂന്നാമത്തത് RBI റെഡ്യൂസ്ഡ് ക്യാഷ് റിസർവ് റേഷ്യോ. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള ഒരേ ഒരു സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ബാങ്കാണ്. സ്വാഭാവികമായിട്ടും ആ സെൻറ്റൻസ് മാക്രോ എക്കണോമിക്സിലേക്കാണ് വരിക. ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം. മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് ഈസ് പ്ലാനിങ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. മലബാർ സിമെൻറ്റ് ഒരു പ്രത്യേക കമ്പനി, സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനി. സോ അത് ഏതിലേക്കാണ് പോകുക? മൈക്രോ എക്കണോമിക്സിലേക്കാണ്. കാരണം സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേക കമ്പനി എടുത്ത് പറഞ്ഞുകൊണ്ട് അത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നീ 2 ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ 2 ഹെഡ്സ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും എന്നിങ്ങനെ 2 ബ്രാഞ്ചുകളിൽ വേർതിരിക്കുക. ആ ഓരോ വാക്കുകളും നമ്മൾ പരിശോധിക്കാം. യൂട്ടിലിറ്റി, പ്രൈസ് ഓഫ് റൈസ്, ടാക്സസ്, GDP, ഇൻഫ്ലേഷൻ, റെന്റ് റിസീവ്ഡ് ബൈ എ ഷോപ്പ് ഓണർ, എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇതിനകത്ത് ഏതാണ് മൈക്രോയിൽ വരിക, ഏതാണ് മാക്രോയിൽ വരിക? അപ്പോൾ മൈക്രോ എക്കണോമിക്സ് നിങ്ങൾക്കറിയാം, നമുക്ക് ഏകദേശം ഒരു വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുത്ത് പഠിക്കുമ്പോഴാണ് മാക്രോ എക്കണോമിക്സ് ആവുന്നത്. സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുക്കുമ്പോഴാണ് അത് മാക്രോ എക്കണോമിക്സ് ആവുന്നത്. ഇതിനകത്ത് അങ്ങനെ പരിശോധിക്കുമ്പോൾ യൂട്ടിലിറ്റി വ്യക്തിഗത വിഷയമാണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. പ്രൈസ് ഓഫ് റൈസ്, അരിയുടെ വില, മൈക്രോ എക്കണോമിക്സ് ആണ്. റെന്റ് റിസീവ്ഡ് ബൈ എ ഷോപ്പ് ഓണർ, മൈക്രോ എക്കണോമിക്സ് ആണ്. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിഗത ഡിമാൻഡിൻ്റെ എക്സ്റ്റൻഷനാണ്, വ്യാപനമാണ്, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ടാക്സസ് അഥവാ ടാക്സ് പൊതുവായ വിഷയമാണ്. GDP പൊതുവായ വിഷയമാണ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ്, അത് രാജ്യത്തിൻ്റെ മൊത്തം വിഷയമാണ്. ഇൻഫ്ലേഷൻ, വിലക്കയറ്റം, അത് പൊതുവായ വിഷയമാണ്. അപ്പോൾ പൊതുവായിട്ട് സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്രോ എക്കണോമിക്സിൽ വരുന്നു, അല്ലാത്തതൊക്കെ മൈക്രോ എക്കണോമിക്സിൽ വരുന്നു. The General Theory of Employment, Interest and Money is the book written by Adam Smith, Alfred Marshall, J.M. Keynes, Ragnar Frisch. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആരാണ് ഇതിനകത്ത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയത്? നമുക്കറിയാം, J.M. കെയ്ൻസ് ആണ്. ഏതാണ്ട് അതിനോടനുബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഇത് പബ്ലിഷ് ചെയ്ത വർഷം. ഇതും നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. 1936 പ്രധാനമായും മാക്രോ അപ്രോച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൻ്റെ പേര്, വർഷം എന്നിവ നിരവധി തവണ ചോദ്യപേപ്പറിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. അടുത്തൊരു ചോദ്യമാണ്, മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ബൈ ദ നെയിം പ്രൈസ് തിയറി, ഡിമാൻഡ് തിയറി, തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, കോസ്റ്റ് തിയറി. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാക്രോ എക്കണോമിക്സ് ഇതിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
പ്രൈസ് തിയറി മൈക്രോയുമായി ബന്ധപ്പെട്ടതാണ്, ഡിമാൻഡ് തിയറി മൈക്രോയുമായി ബന്ധപ്പെട്ടാണ്, കോസ്റ്റ് തിയറിയും മൈക്രോയുമായി ബന്ധപ്പെട്ടാണ്. ദ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ആൻസർ. ഇതിൻ്റെ മറ്റൊരു പേരാണ്, ഇതല്ലാതെ വേറൊരു പേരും കൂടിയുണ്ട്, അതാണ് ആഗ്രിഗേറ്റ് എക്കണോമിക്സ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. താഴെ പറയുന്ന വാചകങ്ങളെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും വേർതിരിക്കുക. RBI അനൗൺസസ് എ ന്യൂ മോണിറ്ററി പോളിസി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ പണനയം പ്രഖ്യാപിച്ചു. രാമു പർച്ചേസ്ഡ് ബനാന ഫ്രം ദ മാർക്കറ്റ്. രാമു മാർക്കറ്റിൽ നിന്നും ബനാന പർച്ചേസ് ചെയ്തു. GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്. GDP വളർച്ചാ നിരക്ക് കുറഞ്ഞു. അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ എ മൊണോപ്പൊളി ഫേം. ഒരു കുത്തക സ്ഥാപനം അസാധാരണമായ ലാഭം നേടിയെടുത്തു. ഇതാണ് പ്രധാനമായിട്ടും അതിനകത്തുള്ള 4 വാചകങ്ങൾ. ഇതിൽ RBI എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാ ബാങ്കുകളെയും പരമോന്നത ബാങ്കാണ്. രാജ്യത്തിൻ്റെ പണം നയം നിയന്ത്രിക്കുന്ന മൊത്തത്തിലുള്ള കൺട്രോളുള്ളൊരു ബാങ്കാണ്. അപ്പോൾ അത് മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. രാമു എന്ന വ്യക്തിയാണ് പർച്ചേസ്. അവിടെ തന്നെ തീരുമാനമായി മൈക്രോ എക്കണോമിക്സിലേക്കാണ്. GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്. GDP എന്നുള്ളത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചകമാണ്. അത് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തമായതുകൊണ്ട് അത് മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അബ്നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ എ മൊണോപ്പൊളി ഫേം. ഒരു കുത്തക സ്ഥാപനം, മൊണോപ്പൊളി ഫേം, അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും വേർതിരിക്കാനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദ്യപേപ്പറിൽ ഇടം പിടിക്കുന്ന ഒരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ്. ഇത് ഒന്നാമത്തെ ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലും ഇത് ആവർത്തിക്കുന്നത് കൊണ്ട് അതേ ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 affected in the countries of Europe and North America. Which of the following is the outcome of the depression? Increase in GDP growth rate, increase in employment rate, increase in unemployment rate, increase in per capita income. നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഇടം പിടിക്കാറുണ്ട്. ഒരു ചോദ്യമാണിത്. 1929 മഹത്തായ സാമ്പത്തിക മാന്ദ്യം യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും കാര്യമായിട്ട് ബാധിച്ചു. താഴെ പറയുന്ന കൂട്ടത്തിൽ ഏതാണ് അതിൻ്റെ ശരിയായ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം? അതിൽ GDP ഗ്രോത്ത് റേറ്റ് വർദ്ധിച്ചു എന്നതൊരിക്കലും ആവാൻ സാധ്യതയില്ല. എംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചു എന്ന് പറയുന്നതും എംപ്ലോയ്മെൻറ്റ് നിരക്ക് വർദ്ധിച്ചു എന്ന് പറയുന്നതും സാധ്യതയില്ല. ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മയാണ് വർദ്ധിച്ചത്. ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ ആളോഹരി വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അപ്പോൾ ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റാണ്, തൊഴിലില്ലായ്മ നിരക്കാണ് വർദ്ധിച്ചത്. ഈ ചോദ്യം തന്നെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. 4 മാർക്ക് വരെ കിട്ടാവുന്ന രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ ചോദിക്കാറുണ്ട്. അതുപോലെയുള്ളൊരു ചോദ്യമാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഗ്രേറ്റ് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് എ സിവിയർ വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് മോസ്റ്റ്ലി ഡ്യൂറിംഗ് ദ 1930s. പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. ഗ്രേറ്റ് ഡിപ്രഷൻ ലോകം മുഴുക്കെ ബാധിച്ച ഒരു വലിയ തീവ്രമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യമാണ്. ഏതാണ്ട് 1930കളിലാണ് അത് ബാധിച്ചത്. പ്രിപ്പയർ നോട്ട് ഓൺ ഇറ്റ്, അതുമായി ബന്ധപ്പെട്ട നോട്ട് നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ അതിനകത്ത് എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുകയും അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയും വേണം. എവിടേക്ക് ബാധിച്ചു എന്നും പറയണം. അപ്പോഴാണ് നോട്ടായി മാറുക. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്തതാണ്. അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയായിരുന്നു. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയായി മാറി. അതുമാത്രമല്ല, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു, പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്, ഉൽപ്പാദനം കുറഞ്ഞു, സെവറൽ ഫാക്ടറീസ് ലോക്ക്ഡ്, നിരവധി ഫാക്ടറികൾ അടച്ചുപൂട്ടി, പോവർട്ടി ബിക്കം വൈഡ് സ്പ്രെഡ്, ദാരിദ്ര്യം ഒരു വലിയ വിഷയമായി മാറി, അത് വ്യാപിച്ചു കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ്സ് വേർ ക്രാഷ്ഡ്, രാജ്യത്തെ പ്രത്യേകിച്ച് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നടിഞ്ഞു. സെവറൽ ബാങ്ക്സ് വേർ ലോക്ക്ഡ് ഡൗൺ, നിരവധി ബാങ്കുകൾ അടച്ചുപൂട്ടൽ നേരിട്ടു. ഇതൊക്കെ കാര്യമായിട്ട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണെങ്കിൽ ലോകം മൊത്തം അതിൻ്റെ വ്യാപനം ഉണ്ടായിരുന്നു.
ഇതാണ് അതിൽ കൊണ്ടുവരേണ്ടത്. ഗ്രേറ്റ് ഡിപ്രഷൻ ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇനി വേറൊരു ചോദ്യമാണ് ഡിസ്കസ് മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യുക. 4 സെക്ടേഴ്സാണുള്ളത്. ഒന്നാമത്തത് ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ അതിനകത്ത് ഹൗസ് ഹോൾഡിൽ വരുന്നത്, ഹൗസ് ഹോൾഡ് പ്രധാനമായും ബേസിക് കൺസംഷൻ യൂണിറ്റാണ്. ഉൽപ്പാദന സ്ഥാപനങ്ങൾക്ക് വേണ്ട, ഫേംസുകൾക്ക് വേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഫേംസ് എന്ന് പറയുമ്പോൾ ബേസിക് പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അതിനോട് തുടർന്നുള്ള എക്സ്പ്ലനേഷൻസ് അതിൽ വരണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച എക്സ്പ്ലനേഷൻസ് അതിൽ വരണം. അതുപോലെ എന്താണ് എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയണം. അതിന് കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം. ഈ ചാപ്റ്ററിനകത്ത് കുറച്ചുകൂടി ഉയർന്ന മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സെമിനാർ റിപ്പോർട്ടായി തന്നെ വരണമെന്നില്ല. പ്രിപ്പയർ എ നോട്ട് ഓൺ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും അത് ചോദ്യമാണ്. ഇതുപോലെ ഈ രൂപത്തിൽ മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. ഒരു സെമിനാർ റിപ്പോർട്ടായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ആമുഖം കൊടുക്കണം. പിന്നെ കെയ്ൻസിൻ്റെ വരവ്, കെയ്ൻസിൻ്റെ ജനറൽ തിയറി എന്ന പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട വിശദീകരണം, ക്ലാസിക്കൽ ചിന്താഗതികളും അതിൻ്റെ പരാജയവും നമ്മൾ പരാമർശിക്കണം. അതുകൂടാതെ ഗ്രേറ്റ് ഡിപ്രഷനും അതിനെ തുടർന്നുണ്ടായ ക്രൈസിസും പ്രതിസന്ധിയും നമ്മൾ പറയണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഉദയത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച് കൺക്ലൂഡ് ചെയ്യണം. ഇതാണ് ഇതിനകത്ത് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 5 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ എ നോട്ട് ഓൺ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്.